ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് NCERT ബയോളജിയിലെ സുവോളജി സെക്ഷനിലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ക്രീഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ചാപ്റ്ററിലേക്ക് വരാം. എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിയിൽ എന്ന് പറയുമ്പോൾ ലിവിങ് ഓർഗാനിസംസ്, സിംഗിൾ സെല്ലർ ഓർഗാനിസംസ് ആയാലും മൾട്ടി സെല്ലർ ഓർഗാനിസംസ് ആയാലും ഈ ഓർഗാനിസംസിൻ്റെ ഒക്കെ ബോഡിയിലെ വേസ്റ്റസ് ബയോളജിക്കലി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. സോ എക്സ്ക്രീഷൻ ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസംസ് റിമൂവ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദെയർ ബോഡീസ്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി എന്തൊക്കെയാണ് വേസ്റ്റസ്? നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ബയോളജിക്കൽ വേസ്റ്റസ് എന്തൊക്കെയാണ്? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ തുടങ്ങാം. നമ്മുടെ ഓക്സിജനെ അകത്തേക്ക് എടുത്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. കൊച്ചു ക്ലാസ്സിലെ മുതൽ പഠിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഫോംഡ് ഇൻ അവർ ടിഷ്യൂസ്, അല്ലേ? റെസ്പിറേഷനിൽ അതാണ് നടക്കുന്നത്. നമ്മൾ പഠിക്കുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ പലതരം അയോൺസ് ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ് അയോൺസ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, വാട്ടർ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന പലതരം കെമിക്കൽ റിയാക്ഷൻസിലൂടെ വാട്ടർ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നീ നൈട്രോജനസ് വേസ്റ്റസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന വേസ്റ്റസ് ആണ്. ഇതിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഇവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട നൈട്രോജനസ് വേസ്റ്റസ് ദാറ്റ് ഫോംഡ് ഇൻ അവർ ബോഡി. ഇവരുടെ എക്സ്ക്രീഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, കേട്ടോ. വേസ്റ്റസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബോഡിയിൽ പലതരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് ഈ വേസ്റ്റസ് ഫോം ചെയ്യുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ, അല്ലേ? ഓക്സിജനെ നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ വേസ്റ്റസ് ഫോം ചെയ്യും, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ, അല്ലേ? അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അതുപോലെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് വേസ്റ്റസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ മെറ്റാബോളിക് റിയാക്ഷൻസ്, അല്ലേ? പലതരം കാറ്റബോളിക് റിയാക്ഷൻസ് ആകാം, അല്ലെങ്കിൽ അനാബോളിക് റിയാക്ഷൻസ് ആകാം. വേസ്റ്റസ് ഇൻ അവർ ബോഡി ആർ ഫോംഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് വേരിയസ് മെറ്റാബോളിക് പ്രോസസ്സസ്, അല്ലേ? ഓക്കെ. ആൻഡ് വൈ എക്സ്ക്രീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് എക്സ്ക്രീഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? എന്തിനാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റിമൂവ്സ് ടോക്സിൻസ് ഫ്രം അവർ ബോഡി. ഡെഫിനറ്റ്ലി എക്സ്ക്രീഷനിലൂടെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ്, നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ദാറ്റ് മീൻസ് ഇറ്റ് എലിമിനേറ്റ്സ് ഹാംഫുൾ വേസ്റ്റ് ലൈക്ക് യൂറിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊന്നും നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്, അല്ലേ? ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക്. അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തേത്, ഇറ്റ് റെഗുലേറ്റ്സ് ഫ്ലൂയിഡ് ബാലൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മെയിൻറ്റെയിൻസ് പ്രോപ്പർ വാട്ടർ ആൻഡ് സോൾട്ട് ലെവൽസ്. നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും ഒക്കെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതുവഴിയാണ്, എക്സ്ക്രീഷൻ വഴിയാണ്. അപ്പോൾ ഫ്ലൂയിഡ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ pH ബാലൻസിന് വേണ്ടിയിട്ട്. pH ബാലൻസ് എന്ന് പറയുമ്പോൾ ആസിഡ് ബേസ് ബാലൻസ്, അല്ലേ? അത് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എക്സ്ക്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇറ്റ് റിലീസസ് സ്വെറ്റ് ടു കൂൾ ദ ബോഡി. ദെൻ നമ്മുടെ ബോഡിയെ പോയ്സൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് പ്രിവെൻറ്റ്സ് പോയ്സണിങ് ഓഫ് അവർ ബോഡി, അവോയ്ഡ്സ് ബിൽഡപ്പ് ഓഫ് മെറ്റാബോളിക് വേസ്റ്റസ് ഇൻ അവർ ബോഡി. മെറ്റാബോളിക് വേസ്റ്റസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ അമോണിയ, യൂറിയ പോലുള്ള അതൊക്കെ ടോക്സിക് ആണ് കേട്ടോ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതൊക്കെ ടോക്സിക് ആണ്, എക്സ്പെഷ്യലി അമോണിയൊക്കെ. ആൻഡ് മെയിൻറ്റെയിൻസ് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ അയോൺസ്, അല്ലേ? വേരിയസ് അയോൺസ് ഉണ്ട്. മെയിൻറ്റെയിൻസ് ഇലക്ട്രോലൈറ്റ്സ്, ദാറ്റ് മീൻസ് ബാലൻസസ് കീ അയോൺസ് ഫോർ സെൽ ഫംഗ്ഷൻ. Then it supports homeostasis. ഹോമിയോസ്റ്റാസിസ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ? മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള എൻവയോൺമെന്റിന് കോൺസ്റ്റന്റ് ലെവൽ, അതായത് ബോഡിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു കോൺസ്റ്റന്റ് ലെവലിൽ തന്നെ പോവുക, ഒരു ബാലൻസ്ഡ് ലെവലിൽ തന്നെ പോവുക. അതിലൊരു ചേഞ്ചും വരാതെ ഉള്ള കണ്ടീഷനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിയോസ്റ്റാസിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് നമുക്ക് പലതരം ഡിസീസസ് ഉണ്ടാകുന്നത്, അല്ലേ? സോ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റിന് കോൺസ്റ്റന്റ് ലെവൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനിയും നിങ്ങളിത് കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും എക്സ്ക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കിഡ്നിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ഓസ്മോ റെഗുലേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ? ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ്, വാട്ടർ ആൻഡ് അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. മനസ്സിലായോ? ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം റെഗുലേറ്റ്സ് എ വാട്ടർ ബാലൻസ് ഇൻ ഇറ്റ്സ് ബോഡി. നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. വാട്ടർ മാത്രമല്ല കേട്ടോ, അയോണിക് ബാലൻസും ആ കൂട്ടത്തിലുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓസ്മോ റെഗുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഹോമിയോസ്റ്റാസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓസ്മോ റെഗുലേഷൻ നടത്തുക വഴി എന്തും കൂടെ നടക്കും? ഹോമിയോസ്റ്റാസിസും നടക്കും. എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസും അയോണിക് ബാലൻസ് ഓർ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ്, അല്ലെങ്കിൽ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറയും കേട്ടോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓസ്മോ റെഗുലേഷൻ. അതുവഴി നമുക്ക് നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് കൺട്രോളിങ് എക്സസ് വാട്ടർ ലോസ് ഓർ ഗെയിൻ. വാട്ടറിന്റെ എക്സസ് ലോസും ഇല്ല, എക്സസ് ഗെയിനും ഇല്ല, നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ആൻഡ് മെയിൻറ്റെയിനിങ് ദ ഫ്ലൂയിഡ് ബാലൻസ്. അപ്പോൾ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ആൻഡ് ദ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ, ആ കൂട്ടത്തിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അയോണിക് കോൺസെൻട്രേഷൻ അല്ലേ, അതും ആ ഒരു നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇതാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷനിലോട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ബയോളജിക്കൽ വേസ്റ്റസിൽ പ്രധാനമായിട്ടുള്ളവർ 3 മെയിൻ ആയിട്ടുള്ള ആൾക്കാർ: അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് അല്ലേ. അപ്പോൾ ചില ഓർഗാനിസംസ് അമോണിയ ആയിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ചില ഓർഗാനിസംസ് യൂറിയ ആയിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ചില ഓർഗാനിസംസ് യൂറിക് ആസിഡ് ആയിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതാണ് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. അപ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമുക്ക് അമോണോടെലിക് എന്ന് വിളിക്കാം. അപ്പോൾ അമോണോടെലിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ those organisms that excrete ammonia as waste product. Ureotelic എന്ന് പറഞ്ഞാൽ those organisms that excrete urea as excretory product. Uricotelic എന്ന് പറഞ്ഞാൽ അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 3 types of excretion: അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക്. അപ്പോൾ അമോണോടെലിക്കിലേക്ക് നോക്കാം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. ദ എക്സ്ക്രീറ്റ് അമോണിയ ആസ് ദ വേസ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. മറ്റ് നൈട്രോജനസ് വേസ്റ്റസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ ഈസ് ഹൈലി ടോക്സിക് ആൻഡ് ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ എലിമിനേഷൻ. അപ്പോൾ ഈ ഒരു ടോക്സിക് പ്രോഡക്റ്റിൻ്റെ എലിമിനേഷന് വേണ്ടിയിട്ട് അല്ലെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ ആവശ്യമുള്ള നൈട്രോജനസ് വേസ്റ്റ് ഏതാണ്? അമോണിയ. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നൈട്രോജനസ് വേസ്റ്റ് ഏതാണ്? അമോണിയ. ആൻഡ് ഏതൊക്കെ ഓർഗാനിസംസ് ആണ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? മെയിനായിട്ടും അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു അമോണിയ ഹൈലി ടോക്സിക് ആണ്. സോ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. ആൻഡ് ഇത് ഡൈല്യൂട്ടഡ് ഫോമിൽ എൻവയോൺമെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ അക്വാട്ടിക് ഓർഗാനിസംസിന് കൊടുത്തത് എന്ന് നമുക്ക് വിചാരിക്കാം. സോ ഇത് ബോണി ഫിഷസിൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, ഇവരൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അമോണിയാണ് ആസ് വേസ്റ്റ് പ്രോഡക്റ്റ്. ദെൻ യൂറിയോടെലിക്. യൂറിയോടെലിക് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ്? ദ എക്സ്ക്രീറ്റ് യൂറിയ. ഇവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് യൂറിയ ആണ്. ആൻഡ് യൂറിയ അമോണിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഡറേറ്റ്ലി ടോക്സിക് ആണ്. ഹൈലി ടോക്സിക് അല്ല, എന്നാലും കുറച്ച് ടോക്സിക് ആണ്. ടോക്സിസിറ്റി കുറച്ച് കുറവാണ് അമോണിയ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് മിനിമം ലോസ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ എലിമിനേഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 നൈട്രോജനസ് വേസ്റ്റസിൻ്റെയും എലിമിനേഷന് വേണ്ടിയിട്ട് മിനിമം വാട്ടർ ലോസ് മാത്രമേ ഉള്ളൂ. അമോണിയയുടെ കേസിൽ ഒത്തിരി വാട്ടർ വേണമായിരുന്നു അല്ലേ. ആൻഡ് ഈ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ഡെഫിനറ്റ്ലി നമ്മൾ ഉൾപ്പെടെയുള്ള മാമൽസ്, ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആണ്. ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, മാമൽസ്, ദെൻ ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, ദെൻ മറൈൻ ഫിഷസും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. മെജോറിറ്റിയും ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആണ്. അതേപോലെ മറൈൻ ഫിഷസും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് യൂറിക്കോടെലിക് ആണ് അല്ലേ. ഇവിടെ ഓർഗാനിസംസ് എന്താണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് മറ്റ് നൈട്രോജനസ് വേസ്റ്റസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ടോക്സിക് ആണ്. ടോക്സിസിറ്റി വളരെ കുറവാണ്. ആൻഡ് ഇവിടെയും മിനിമം ലോസ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ എലിമിനേഷൻ. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ, ഓരോ നൈട്രോജനസ് വേസ്റ്റും ആൻഡ് ഇവരുടെ ടോക്സിസിറ്റി ലെവല്, എന്തോരം വാട്ടർ വേണം അതിൻ്റെ എലിമിനേഷന് വേണ്ടിയിട്ട് എന്നൊക്കെ. അപ്പോൾ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ഡെഫിനറ്റ്ലി അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ പെട്ടെന്ന് ഓടിയെത്തേണ്ടത് റെപ്റ്റൈൽസ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക്. റെപ്റ്റൈൽസ്, ടെറസ്ട്രിയൽ ഓർഗാനിസംസിലെ റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്,
ലാൻഡ് സ്നെയിൽസ്. അപ്പോൾ റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ലാൻഡ് സ്നെയിൽസ് ഇവരൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡ് ആണ്. നമുക്കത് പിക്ചർ സഹിതം കാണാം. അമോണോടെലിക് ഓർഗാനിസംസ് ആരൊക്കെയായിരുന്നു? ബോണി ഫിഷസ് അല്ലേ, ബോണി ഫിഷസ്. പിന്നെ ഞാൻ പറഞ്ഞു അക്വാട്ടിക് ഇൻസെക്ട്സ്, ദെൻ അക്വാട്ടിക് ആംഫീബിയൻസ്. അക്വാട്ടിക് ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ ഫ്രോക്സിൻ്റെ ഒക്കെ ടാഡ്പോൾ ലാർവ ഇല്ലേ, ടാഡ്പോൾ ലാർവ അക്വാട്ടിക് ആണല്ലോ, കംപ്ലീറ്റ്ലി അക്വാട്ടിക് ആണല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ടാഡ്പോൾ ലാർവ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അമോണിയാണ്. ഫ്രോഗ് ആയി കഴിഞ്ഞാൽ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിയ ആയിരിക്കും കേട്ടോ. അപ്പോൾ അമോണോടെലിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് എക്സാമ്പിൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്. ഇനി ഈ അമോണിയ എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിൽ കിഡ്നിക്ക് വലിയ റോളൊന്നുമില്ല. അമോണിയ ഒന്നുകിൽ ബോഡി സർഫസിലൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ബോഡി സർഫസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗിൽ സർഫസിലൂടെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യാം. അമോണിയ ആസ് ഇറ്റ് ഈസ് റെഡിലി സോല്യൂബിൾ ഇസ് ജനറലി എക്സ്ക്രീറ്റഡ് ബൈ ഡിഫ്യൂഷൻ അക്രോസ് ബോഡി സർഫസസ് ഓർ ത്രൂ ഗിൽ സർഫസസ്. ഫിഷിൻ്റെ ഒക്കെ കേസിൽ അങ്ങനെയാണ്. ആസ് അമോണിയം അയോൺസ്, അമോണിയം അയോൺസ് ആയിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ദ ബോഡി സർഫസ് അല്ലെങ്കിൽ ഗിൽ സർഫസ് അല്ലേ, ബൈ ഡിഫ്യൂഷൻ. ഇനി യൂറിയോടെലിക് ഓർഗാനിസംസ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിയാണ്. എക്സാമ്പിൾസ് മാമൽസ് അല്ലേ, ടെറസ്ട്രിയൽ ഓർഗാനിസം. മാമൽസ് ഉണ്ട്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ഉണ്ട്, ദെൻ മറൈൻ ഫിഷസ് ഉണ്ടെന്ന് പറഞ്ഞു. മറൈൻ ഫിഷസ് ലൈക്ക് ഷാർക്സ് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഷാർക്സ്, റേസ്, സ്കെയ്റ്റ്സ് ഇവർക്ക് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഈ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിൽ കിഡ്നിക്ക് വളരെ പ്രധാനപ്പെട്ട റോളാണുള്ളത്. അത് എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. ആദ്യം അമോണിയ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണല്ലേ. അമോണിയ ലിവർ സെൽസിലെത്തുന്നു. ലിവറിൽ വെച്ച് അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മുടെ ബോഡിയിൽ യൂറിയയുടെ ഫോർമേഷൻ നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ദ ലിവർ. ലിവറിൽ വെച്ചിട്ടാണ് അമോണിയയുടെ കൺവേർഷൻ നടക്കുന്നത്. അതിന് നമ്മൾ യൂറിയ സൈക്കിൾ എന്നാണ് പറയുക. യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തേൻ സൈക്കിൾ നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ ഇനി ബയോകെമിസ്ട്രിയിൽ പഠിക്കും. യൂറിയ സൈക്കിൾ ഓർ ഓർണിത്തേൻ സൈക്കിൾ. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ കൺവേർഷൻ ഓഫ് അമോണിയ ടു യൂറിയ. കൺവേർഷൻ നടക്കുന്നത് ലിവർ സെൽസിൽ വെച്ചിട്ടാണ്. ലിവർ സെൽസിലെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഈ അമോണിയയുടെ കൺവേർഷൻ നടക്കുന്നത്. സോ ലിവറിൽ വെച്ച് അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ യൂറിയ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് എൻ്റർ ചെയ്യും. ബ്ലഡിലൂടെ എവിടെ എത്തും? കിഡ്നിയിലെത്തും. കിഡ്നിയിലെത്തുന്ന യൂറിയ യൂറിൻ വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. ഇനി ചില ഓർഗാനിസംസ് യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ആസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. ഇവർ പെല്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ റെപ്റ്റൈൽസിനെ ഓർത്താൽ മതി. ലിസാർഡ്, നമ്മുടെ വീട്ടിലുള്ള ലിസാർഡ്, അതിൻ്റെ എക്സ്ക്രീറ്റർ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആ എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ ഇരിക്കുന്ന എക്സ്ക്രീറ്റർ അത് യൂറിക് ആസിഡ് ആണ്. അതുപോലെ ഇൻസെക്ട്സ്, ബേർഡ്സ്, പിന്നെ ലാൻഡ് സ്നെയിൽസ് ഇവരൊക്കെ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ആണുള്ളത്. ഇത് മസ്റ്റായിട്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക്.